എല്ലാവർക്കും ടെക് ലൈമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് പാഡ് 3 കുറിച്ചാണ്. സോ ഇതിന്റെ ഗ്ലോബൽ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ജൂൺ 5 തീയതിയാണ്. സോ നമുക്ക് വൺ പ്ലസ് പാഡ് 2 സക്സസർ ആയിട്ടാണ് ഇത് ഇവിടെ വരുന്നത്. സോ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ വലിയ ടാബ്ലറ്റ് ആണ്. ഒരു A4 സൈസ് പേപ്പറിന് അത്രയുണ്ട് ഈ ടാബ്ലറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വലിയ ടാബ്ലറ്റ് ആണ്. ആ ഡിസൈൻ 6 mm ആണ് തിക്നെസ് വരുന്നത്. 675 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നിങ്ങൾ ഈ മേളിൽ കാണുന്ന ടാബ്ലറ്റ് ആണ് അത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്യാമറ ഡിസൈൻ ആയിട്ടില്ല. ക്യാമറ ശരിക്കും നേരത്തെ വൺ പ്ലസ് പാഡ് 2 നടുക്കായിരുന്നെങ്കിൽ സൈഡിട്ട് മാറ്റിയിട്ടുണ്ട്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ല. നടുക്കായിട്ട് ഇച്ചിരി ബെറ്റർ. പിന്നെ ഫുൾ അലൂമിനിയം ബിൽഡാണ്. അലൂമിനിയം ബാക്ക്, അലൂമിനിയം ഫ്രെയിം ആണ് വരുന്നത്. സോ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കിടക്കാൻ തന്നെയാണ് ബിൽഡ് ക്വാളിറ്റി വരുന്നത്. ഡിസ്പ്ലേസ് നോക്കുവാണെങ്കിൽ 13.2 ഒരു 3.4K 144 ഹെർട്സ് 12-bit IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഒരു വിയേഡ് ആസ്പെക്ട് റേഷ്യോ ആണ്. 7:5 ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബാർഡ്സ് കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ട്രഡീഷണൽ 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള വീഡിയോസോ സിനിമാസോ കാണുവാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ബാർ കൂടുതലായിരിക്കും. അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ HDR10+ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. 900 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ആയിരിക്കട്ടെ ഒക്കെ അടിപൊളിയായിരിക്കും. കാരണം വലിയ ഡിസ്പ്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് 13.2 ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വണ്ടൻ ഡിസ്പ്ലേ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A4 സൈസ് പേപ്പർ അത്ര വലിപ്പമുണ്ട്. സോ വളരെ വലിയ ആയിട്ടുള്ള ഡിവൈസ് ആണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാഡ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 4 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തായാലും ടോപ്പ് നോച്ച് തന്നെയായിരിക്കും. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ടോപ്പ് നോച്ച് തന്നെയാണ്. കിട്ടുന്ന പെർഫോമൻസ് ആണ് കിട്ടാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റിന്റെ ടാബ്ലറ്റ് ആണിത്. 8 എലീറ്റിനെ കുറിച്ച് അറിയാം. മോസ്റ്റ് പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. 3 നാനോമീറ്റർ പ്രോസർ ആണ് വരുന്നത്. പിന്നെ സ്പെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. എക്സ്പാൻഡബിൾ സ്റ്റോറേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പിന്നെ നല്ല കൂളാണ് ടാബ്ലറ്റ്. നമ്മളിപ്പോ എന്തെങ്കിലും ഹെവി ഗെയിംസ് കളിക്കുവാണെങ്കിൽ ഒരു 36-37 ഡിഗ്രിയൊക്കെ വരുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ അല്ല അത്ര സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ ബെറ്റർ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 27,95,555 ആണ് വരുന്നത്. CPU 6,37,273, GPU 12,26,116 ആണ് സ്കോർ വരുന്നത്. ക്രിട്ടിക്കൽ സ്കോർ നല്ല സ്റ്റെബിലിറ്റി സ്കോർ തന്നെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 70% സ്റ്റെബിലിറ്റി സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ട്രെസ് ടെസ്റ്റിലൊക്കെ. സോ അടിപൊളി തന്നെയാണ് വരുന്നത്. OS നമ്മൾ നോക്കുകയാണെങ്കിൽ Oxygen 15 ആണ് വരുന്നത്. Android 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ Oxygen OS ആണ്. നല്ല ഒപ്റ്റിമൈസർ ആണ്, ലൈറ്റർ ആണ്, അടിപൊളിയാണ്. നല്ല അത്യാവശ്യം നല്ല ടാബ്ലറ്റ്സിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്യാമറയായിട്ടാണ് പോകുന്നത്. ക്യാമറയായിട്ട് പറയാനൊന്നും ഇല്ല, കാരണം ടാബ്ലറ്റ് ആണ്. നമുക്കൊരു ഡോക്യുമെന്റ് സ്കാനിങ്ങും അല്ലെങ്കിൽ ചെറിയൊരു ഫോട്ടോ എടുക്കാനൊക്കെ ഇത് പറ്റത്തുള്ളൂ. 13 മെഗാ പിക്സൽ f2.2 പ്രൈമറി സെൻസർ ആണ് വരുന്നത്. 4K 30 FPS. പിന്നെ 8 മെഗാ പിക്സൽ സെൽഫി 1080p 30 FPS. ഒരു നമ്മുടെ എന്താ പറയുക ഡോക്യുമെന്റ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറ്റിയ ക്യാമറയാണ്. ബാറ്ററി അടിപൊളിയാണ്. ആമാണ്ട ബാറ്ററിയാണ് വരുന്നത്. 12,140 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. സോ 0-100% ഒരു മണിക്കൂർ 30 മിനിറ്റ് ആ റേഞ്ച് ഒക്കെ ആവും. എന്നാൽ നമുക്ക് അത്ര വലിയ ബാറ്ററിയും കിട്ടുന്നത് നല്ല ബാറ്ററി ലൈഫും കിട്ടും. സോ ബാറ്ററി കാര്യത്തിൽ അടിപൊളി തന്നെയാണ്. കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബിയസ്ലി 5G ഇല്ല. Wi-Fi 7 ആണ് വരുന്നത്. Bluetooth 5.4, USB Type-C 3.2 ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ പോർട്ട് ഔട്ടും വരുന്നുണ്ട്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 വേരിയന്റ് ആയിരിക്കും. 8GB 256, 12GB 256. സോ ബേസ് വേരിയന്റ് തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് കിട്ടുന്നുണ്ട് 256. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡിന്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ പോലും നല്ല തന്നെയാണ് മെമ്മറി കാർഡ് വരുന്നത്, മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നത്. പക്ഷെ ഒബിയസ്ലി നമുക്ക് അറിയാലോ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസിനും അല്ലെങ്കിൽ ടാബ്ലറ്റ്സിനൊന്നും ഇത് വരാറില്ല. എക്സോയുടെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 45,000 ആ റേഞ്ച് തന്നെയാണ്. കാരണം കഴിഞ്ഞ ജനറേഷൻ നമ്മുടെ വൺ പ്ലസ് പാഡ് ഇറങ്ങിയത്, വൺ പ്ലസ് പാഡ് 2 ഇറങ്ങിയത് അതേ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരുന്നു. ഇതേ ആ പ്രൈസ് റേഞ്ച് തന്നെ ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. പിന്നെ 8 എലീറ്റ് ഉള്ളതുകൊണ്ട് പൈസ കൂടുമെന്ന് അറിയില്ല. കാരണം 8 എലീറ്റ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. ഒരു 50,000 റേഞ്ച് ഒക്കെ സ്ട്രെച്ച് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. 45,000 താഴെ, 40,000 താഴെയൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രൈസ് റേഞ്ച് ആയിരിക്കും ഈ ടാബ്ലറ്റ്. കാരണം ഗെയിമേഴ്സിനൊക്കെ പൊളിയാണ്. കിട്ടിക്കൻ ചിപ്സെറ്റ് ആണ്. ഒരു ത്രോട്ടിലിംഗും ഇല്ല, ഒരു ഹീറ്റിംഗ് ഇഷ്യൂസും ഇല്ല. പെർഫോമൻസ് ഓറിയന്റഡ് ടാബ്ലറ്റ് ആണ്. നിങ്ങൾക്ക് 40,000 കിട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടാബ് തന്നെയാണ്. പിന്നെ ആമലോഡ് ഒന്നും അല്ല, IPS ഡിസ്പ്ലേ ആണ്. സോ അത് അത്ര ഉള്ളൊരു കുറവുള്ളൂ. പിന്നെ ഈ പ്രൈസിന് നമുക്ക് ഇത്രയും കിട്ടത്തുള്ളൂ. ഇപ്പൊ ആമലോഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷെ 40,000 പറ്റിയൊരു ടാബ്ലറ്റ് ആണ്. പെർഫോമൻസ് ഓറിയന്റഡ് ആൾക്കാർക്ക് ഗെയിം കളിക്കാനായാലും മൂവി വാച്ചിങ്ങിനായാലും എല്ലാത്തിനും പറ്റിയൊരു ടാബ്ലറ്റ് ആണ് ശരിക്കും.
പിന്നെ സൈസ് ഇച്ചിരി കൂടുതലാണ്. നല്ലൊരു ഒരു പ്രിഫേർഡ് സൈസ് അല്ല. 13 പറയുവാണ്, 15 എന്നൊക്കെ പറയുന്നത്. ഒരു 12 ഇഞ്ച്, ആ 11 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ നേരത്തെ കയ്യിൽ പിടിച്ച് ഗെയിം കളിക്കാനൊക്കെ പറ്റിയ സൈസാണ്. 13 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലുതാണ്. അത്ര ഒരു പ്രശ്നമുള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. സോ കാഴ്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.